ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക നവീകരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടമാണിത്. പരമ്പരാഗത എണ്ണയിതര സമ്പദ് വ്യവസ്ഥയിലേക്ക് ചുവടുവെക്കാനും ആഗോള നിക്ഷേപകരെയും പ്രഗത്ഭരായ പ്രതിഭകളെയും ആകർഷിക്കാനും ലക്ഷ്യമിട്ട് കുവൈറ്റ് സർക്കാർ പ്രഖ്യാപിച്ച ഗോൾഡൻ റെസിഡൻസി പദ്ധതിക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കമായിരിക്കുന്നു. ഈ അഭിമാനകരമായ പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരുമല്ല, പ്രമുഖ മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനുമായ MA യൂസഫലിയാണ്. കുവൈറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദേശിക്ക് 15 വർഷത്തെ ദീർഘകാല റെസിഡൻസി വിസ അനുവദിക്കുന്നത്. ഈ ചരിത്ര നേട്ടം ഗൾഫ് മേഖലയിലാകെ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഇന്ത്യൻ ബിസിനസ് സാമ്രാജ്യത്തിന്റെ കരുത്തിന്റെ മറ്റൊരു സാക്ഷ്യപത്രമാണ്. കുവൈറ്റ് സിറ്റിയിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് കുവൈറ്റ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബ ആദ്യത്തെ 15 വർഷത്തെ ദീർഘകാല റെസിഡൻസി പെർമിറ്റ് MA യൂസഫലിക്ക് കൈമാറിയത്. ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഫവാസ് അൽ റൂമിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചരിത്രപരമായ കൈമാറ്റം. പരമ്പരാഗതമായി നിലനിന്നിരുന്ന കഫാല അഥവാ തൊഴിലുടമയായി ബന്ധിപ്പിച്ചിട്ടുള്ള സ്പോൺസർഷിപ്പ് വ്യവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കൂടുതൽ സ്വാതന്ത്ര്യവും ബിസിനസ് സുരക്ഷിതത്വവും നൽകുന്നതാണ് ഈ പുതിയ റെസിഡൻസി ക്രമം. പതിറ്റാണ്ടുകളായി ഗൾഫ് രാജ്യങ്ങളിലെ വിദേശികളുടെ ജീവിതവും ബിസിനസ്സും നിയന്ത്രിച്ചിരുന്നത് കഫാല എന്ന സ്പോൺസർഷിപ്പ് നിയമത്തിലൂടെയായിരുന്നു. എന്നാൽ മാറുന്ന ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിൽ എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന തിരിച്ചറിവ് കുവൈറ്റിനെ ഇത്തരം കടുത്ത നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. കുവൈറ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി, പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പുതിയ ഗോൾഡൻ റെസിഡൻസി ഘടന രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ മികച്ച ബിസിനസ് ശീലങ്ങളും അന്താരാഷ്ട്ര നിക്ഷേപങ്ങളും രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ സുരക്ഷിതത്വവും സുസ്ഥിരമായ ഒരു ഭരണ നിയമ വ്യവസ്ഥയുമാണ് തങ്ങൾ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കുവൈറ്റ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ ചുവടുവയ്പ് രാജ്യത്തിന്റെ ആധുനികവൽക്കരണത്തിലും ഭാവി വികസന ലക്ഷ്യങ്ങൾക്കും വലിയ രീതിയിൽ കരുത്തു പകരും. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ദീർഘകാല റെസിഡൻസിക്ക് അർഹനായ MA യൂസഫലി തെരഞ്ഞെടുക്കപ്പെട്ടത് യാദൃച്ഛികമല്ല. ലുലു ഗ്രൂപ്പ് കുവൈറ്റിന്റെ ചില്ലറ വ്യാപാര മേഖലയിലും ഭക്ഷ്യസുരക്ഷാ രംഗത്തും നൽകിയിട്ടുള്ള അദ്വിതീയമായ സംഭാവനകൾക്കുള്ള വലിയൊരു ആദരവാണിത്. കുവൈറ്റിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും കേവലം ഒരു കച്ചവട സ്ഥാപനം എന്നതിലുപരി അവിടുത്തെ വിപണിയുടെ വലിയൊരു ചാലക ശക്തിയാണ്. കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും കോവിഡ് മഹാമാരി പോലെയുള്ള പാൻഡമിക് സമയങ്ങളിലും തടസ്സമില്ലാത്ത ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ലുലു ഗ്രൂപ്പ് നിർണായക പങ്കുവഹിച്ചിരുന്നു. കൂടാതെ കുവൈറ്റ് സ്വദേശികൾക്കും വലിയൊരു വിഭാഗം വിദേശ തൊഴിലാളികൾക്കും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥയിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ യൂസഫലിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും സാധിച്ചു. മുൻപ് UAEയുടെ ആദ്യ ഗോൾഡൻ കാർഡും സൗദി അറേബ്യയുടെ പ്രീമിയം റെസിഡൻസിയും ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ആദ്യകാല ഗോൾഡൻ വിസകളും നേടിയ യൂസഫലിക്ക് ഈ കുവൈറ്റ് ബഹുമതി കൂടി ലഭിക്കുമ്പോൾ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളിൽ ഉടനീളം ഇത്തരത്തിൽ പരമോന്നത ബിസിനസ് പദവികൾ നേടുന്ന അപൂർവ വ്യക്തിത്വമായി അദ്ദേഹം വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. കുവൈറ്റ് പുതുതായി നടപ്പിലാക്കിയ ഈ സംവിധാനം വിദേശ നിക്ഷേപകർക്ക് അത്യധികം ആകർഷകമായ അനവധി ആനുകൂല്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. പരമ്പരാഗതമായ ഹ്രസ്വകാല വിസകൾ നിരന്തരം പുതുക്കേണ്ടി വരുന്നതിലുള്ള അനിശ്ചിതത്വവും സാങ്കേതിക തടസ്സങ്ങളും ഇതിലൂടെ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇതിലൂടെ നിക്ഷേപങ്ങൾ വിപുലീകരിക്കാനും സ്വതന്ത്രമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും ഇത് നിക്ഷേപകർക്ക് കൂടുതൽ ധൈര്യം പകരുന്നു. പരമ്പരാഗത സ്പോൺസർഷിപ്പ് രീതികളിൽ നിന്ന് മാറി നേരിട്ട് രാജ്യവുമായി സാമ്പത്തിക പങ്കാളിത്തം ഉറപ്പാക്കാൻ ഇതിലൂടെ വിദേശ ബിസിനസ്സുകാർക്ക് സാധിക്കും. കൂടാതെ യോഗ്യരായ വിദേശ വ്യവസായികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ ദീർഘകാല സംരക്ഷണം ഉറപ്പാക്കാൻ ഈ വിസയിലൂടെ കുവൈറ്റ് നിയമം അനുവാദം നൽകുന്നുണ്ട്. ബിസിനസ് രംഗത്തെ മികച്ച പ്രൊഫഷണലുകൾക്കും ഉയർന്ന നിക്ഷേപശേഷിയുള്ള വ്യക്തികൾക്കും അവരുടെ സർഗാത്മകതയും മൂലധനവും കുവൈറ്റിന്റെ മണ്ണിൽ സ്വതന്ത്രമായി വിനിയോഗിക്കാൻ സാധിക്കുമെന്നത് വിപണിയിലെ ആരോഗ്യകരമായ മത്സരക്ഷമത വർദ്ധിപ്പിക്കും. എണ്ണയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥകളിൽ നിന്നും വിജ്ഞാനാധിഷ്ഠിത സാമ്പത്തിക മോഡലുകളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. UAEയും സൗദി അറേബ്യയും ഈ മാറ്റത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഈ ആഗോള മത്സരത്തിൽ പിന്നിലായി പോകാതിരിക്കാനും അന്താരാഷ്ട്ര നിക്ഷേപങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും പുതിയ താവളമായി രാജ്യത്തെ മാറ്റാനുമുള്ള കുവൈറ്റിന്റെ വലിയൊരു തന്ത്രപരമായ നീക്കമാണ് ഗോൾഡൻ റെസിഡൻസി. ഈ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ വിദേശ മൂലധനം മാത്രമല്ല, മികച്ച സാങ്കേതിക വിദ്യയും നവീനമായ ആശയങ്ങളും കുവൈറ്റിലേക്ക് ഒഴുകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത് രാജ്യത്തെ ചെറുപ്പക്കാരായ സ്വദേശി ജനസംഖ്യയ്ക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകാനും പ്രാദേശിക വിപണിയെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ കുവൈറ്റ് ആദ്യമായി അനുവദിച്ച ഗോൾഡൻ റെസിഡൻസിയിലൂടെ ഒരു പുതിയ സാമ്പത്തിക നയത്തിന് മാത്രമല്ല തുടക്കമിട്ടിരിക്കുന്നത്, മറിച്ച് വിദേശികൾക്ക് കൂടുതൽ സുരക്ഷിതമായി ബിസിനസ് ചെയ്യാനുള്ള വലിയൊരു വാതിലാണ് അവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മലയാളി വ്യവസായി ഈ ചരിത്രപരമായ നേട്ടത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോൾ അത് ഗൾഫിലെ ലക്ഷക്കണക്കിന് പ്രവാസി മലയാളി സമൂഹത്തിനും വൻതോതിൽ പ്രചോദനം നൽകുന്ന ഒന്നാണ്.
നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും സാമൂഹിക പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഏത് അന്താരാഷ്ട്ര വേദികളിലും ചരിത്രം സൃഷ്ടിക്കാൻ മലയാളിക്ക് കഴിയുമെന്ന വലിയൊരു സന്ദേശം കൂടിയാണ് MA യൂസഫ് അലിയിലൂടെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയുന്നത്. വരും വർഷങ്ങളിൽ കൂടുതൽ നിക്ഷേപകർ കുവൈറ്റിലേക്ക് കടന്നു വരുന്നതോടെ ഗൾഫ് മേഖലയിലെ നിർണായകമായ ഒരു സാമ്പത്തിക ശക്തിയായി കുവൈറ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.